പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ ഹാലേലൂയ, ഹാലേലൂയ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 37 വരെയാണ് നമ്മൾ കണ്ടത്. ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. 37-ാമത്തെ വാക്യം അവസാനിച്ചത് ഇങ്ങനെയാണ്: ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. എൻ്റെ നാമത്തിൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഏതെല്ലാം? മനുഷ്യരെ വലിയവരായിട്ട് കാണുന്നത്, മനുഷ്യരെ ആദരവോടെ പരിഗണിക്കുന്നത്, സാധുക്കളോട് ബഹുമാനം കാണിക്കുന്നത്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ആരുടെ നാമത്തിലാണ്? ഈശോയുടെ നാമത്തിലാണ്. അപ്പോൾ ആ ഈശോയുടെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ ഒരു കാര്യം ഓർത്തു. എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ വേറൊരു കാര്യം ഓർത്തു. ഉടനെ യോഹന്നാൻ ചാടിക്കയറി പറയുകയാണ്. യോഹന്നാൻ പറഞ്ഞു, ഗുരു, നിൻ്റെ നാമത്തിൽ, നേരത്തെ പറഞ്ഞു നിർത്തിയത് എൻ്റെ നാമത്തിൽ, അതാ ഈ 2 എപ്പിസോഡ് തമ്മിലെ കണക്ഷൻ ആ വാക്കാണ്. ഇൻ ജീസസ് നെയിം, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഇതുപോലൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. അപ്പോൾ എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ ഒരു സംഭവം ഓർത്തു. എന്നിട്ട് യോഹന്നാൻ ഈശോയുടെ ഒരു കാര്യം പറയണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. പറയാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഓർത്തത്. എന്ത് പറഞ്ഞപ്പോൾ? നമ്മൾ പറയത്തില്ല, ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്ത്. ഇത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർത്ത് എന്ന് പറഞ്ഞ പോലെ എൻ്റെ നാമത്തിൽ എന്ന് ഈശോ പറഞ്ഞപ്പോൾ യോഹന്നാൻ പറയുകയാണ്. യോഹന്നാൻ, വാക്യം 38, യോഹന്നാൻ അവനോട് പറഞ്ഞു, ഗുരു, നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ തടഞ്ഞു, കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല. അപ്പോൾ ഇവിടെ ഈശോയുടെ നാമത്തിൽ ഒരു മനുഷ്യൻ പിശാചിനെ ബഹിഷ്കരിക്കുകയാണ്. നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ കാണും, ഈ സ്കേവായുടെ പുത്രന്മാർ എന്ന് പറയുന്ന ആളുകൾ, കുറച്ച് പേര് എന്തു ചെയ്യും? അവർ പിശാചിനെ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പിശാചിനെ ബഹിഷ്കരിക്കുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? ഈ സ്കേവായുടെ 7 പുത്രന്മാർ ഈ പൗലോസ് പിശാചിനെ ഒഴിപ്പിക്കുന്ന കണ്ടിട്ട് അപ്പസ്തോല പ്രവർത്തനം 19 കേട്ടാൽ മതി. പിശാച് ബാധ ഒഴിപ്പിച്ചിരുന്ന പൗലോസിനെ കണ്ടപ്പോൾ യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവായുടെ 7 പുത്രന്മാർ ഇങ്ങനെ ചെയ്തു: യേശുവിൻ്റെ നാമത്തിൽ പിശാചെ വിട്ടുപോവുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ പിശാച് അവരോട് ഇങ്ങനെ മറുപടി പറഞ്ഞു. പിശാച് അവരോട് എന്ത് മറുപടി പറഞ്ഞു? യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും എനിക്കറിയാം, നിങ്ങളാരാണ്? മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇത് യേശുവിൻ്റെ നാമത്തിൽ ഇത് ചെയ്യാൻ നിങ്ങളാരാണ്? അപ്പോൾ നമ്മൾ അപ്പസ്തോല പ്രവർത്തനം ഈ ഭാഗം വായിച്ചിട്ടുള്ളവർക്ക് ഇത് വായിക്കുമ്പോൾ സംശയം തോന്നും. കാരണം ഇതുപോലെയാണ് അവന്മാർ ചെയ്തത്. ആര്? സ്കേവായുടെ പുത്രന്മാർ. യേശുവിൻ്റെ നാമത്തിൽ പിശാചെ പുറത്തു എന്ന് പറഞ്ഞപ്പോൾ പിശാച് പുറത്തു പോയില്ലെന്ന് മാത്രമല്ല, പിശാച് ഇവനെ തെറി വിളിക്കുകയും ചെയ്തു. പിശാച് എന്ത് ചെയ്തു? പിശാച് പറയുകയാണ്, പിശാച് പറഞ്ഞു, നീ വാ, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ എനിക്കറിയാം, നീ ആരോടാന്ന് ചോദിച്ചു. അപ്പോൾ ഇതുപോലാണ് ഒരു മനുഷ്യൻ, യോഹന്നാനും യാക്കോബും അന്ത്രയോസും ഒക്കെ ചന്തയിൽ പോയപ്പോഴോ മാർക്കറ്റിൽ നിന്നപ്പോഴോ ഒക്കെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? യേശുവിൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കുന്നു, പിശാച് വിട്ടുപോവുകയും ചെയ്യുന്നു. പിന്നെ ഇവർക്കൊരു സങ്കടമുണ്ട്. കാരണം എന്താണ്? 30 എപ്പിസോഡ് ഇവർ പറഞ്ഞിട്ട് പിശാച് വിട്ട് പോയുമില്ല. അപ്പോൾ ഒരു സ്വാഭാവികമായ ഒരു പ്രയാസം ഉണ്ടായിട്ടും ഉണ്ടാവും. അപ്പോൾ ഗുരു, നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവനെ തടഞ്ഞു. അപ്പോൾ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? നിങ്ങൾ കത്തോലിക്കരല്ല, ആ സ്ഥിതിക്ക് നിങ്ങളിത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അവനെ തടഞ്ഞു. കാരണം എന്താണ്? കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല. ഈ സംഖ്യയുടെ പുസ്തകത്തിൽ ഒരു ഭാഗം വായിക്കാം, പെട്ടെന്ന് വായിക്കാം. സംഖ്യയുടെ പുസ്തകം
11-ാം അധ്യായം ശിഷ്യന്മാരുടെ ആറ്റിറ്റ്യൂഡ് എന്താവണമെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ സംഭവങ്ങളെല്ലാം ഇവിടെ വിവരിക്കുന്നത്. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 24 മുതൽ. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 24 മുതൽ ഞാൻ വേഗം വായിക്കാം. മോശ പുറത്തു ചെന്ന് കർത്താവിൻ്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു. അവരുടെ നേതാക്കളിൽ നിന്ന് 70 പേരെ ഒരുമിച്ച് കൂട്ടി കൂടാരത്തിന് ചുറ്റും നിർത്തി. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. അപ്പോൾ അവർ പ്രവചിച്ചു. പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല. എൽദാദ്, മെദാദ് എന്നീ 2 പേർ പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു. അവർക്കും ചൈതന്യം ലഭിച്ചു. അവർ പട്ടികയിൽ ഉൾപ്പെട്ടവരായിരുന്നെങ്കിലും കൂടാരത്തിൻ്റെ സമീപത്തേക്ക് പോയിരുന്നില്ല. അവർ പാളയത്തിനുള്ളിൽ വെച്ച് തന്നെ പ്രവചിച്ചു. എൽദാദും മെദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നുവെന്ന് ഒരു യുവാവ് ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു. ഇത് കേട്ട് നൂനിൻ്റെ മകനും മോശയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിൽ ഒരുവനുമായ ജോഷുവ പറഞ്ഞു, പ്രഭോ, അവരെ വിലക്കുക. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതായത് മോശ ദൈവം അറിയിച്ചനുസരിച്ച് ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 70 നേതാക്കന്മാരെ വിളിച്ചു കൂട്ടാൻ പറഞ്ഞു. ഞാൻ അവരുടെ മേൽ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന പ്രവാചക ചൈതന്യം അവരുടെ മേൽ പകരും. അപ്പോൾ 70 പേര് വരാൻ പറഞ്ഞു. 68 പേരെ വന്നുള്ളൂ. എൽദാദും മെദാദും ആ പാളയത്തിനകത്ത് തന്നെ ഇരുന്നു. ഒരു പ്രിപ്പയർഡായിരുന്നു, പക്ഷെ ഇങ്ങോട്ട് വന്നില്ല. അവരെന്ത് ചെയ്തു? ഈ വെള്ളത്തിൽ നിൽക്കേണ്ട അച്ഛനെ മാറിയിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അവരവിടെ തന്നെ ഇരുന്നു. അപ്പോൾ മോശ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യം ഈ 68 പേരുടെ മേലും പകർന്നു. മാത്രമല്ല, പാളയത്തിനകത്തിരുന്ന എൽദാദിൻ്റെ മേലും മൊദാദിൻ്റെ മേലും പകർന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കണ്ടപ്പോൾ ഇവർ ബാക്കി എല്ലാവരും മോശയുടെ അടുത്ത് നിന്ന് പ്രവചിക്കുന്നു, ഇവർ 2 പേരും മാറി നിന്ന് പ്രവചിക്കുന്നു. അപ്പോൾ ഇവർ ഓടിച്ചെന്ന് ഒരു യുവാവ് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അവർ പ്രവചിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ജോഷുവ മോശയോട് പറയുകയാണ്, പ്രഭോ, അവരെ വിലക്കുക. കാരണം എന്താണ്? അവർ ഈ കൂട്ടത്തിൽ നിന്നല്ല പ്രവചിക്കുന്നത്, അവരെ വിലക്കുക. അപ്പോൾ മോശ പറയുന്ന മറുപടിയാണ്, കർത്താവ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തിനാ അസൂയ? അവരെ വിലക്കാൻ നിങ്ങൾ എന്തിനാ പറയുന്നത്? കണ്ട ഒരു ആറ്റിറ്റ്യൂഡ് പഴയ നിയമത്തിലുണ്ടായിരുന്നൊരു സംഭവത്തിൻ്റെ ഒരു എക്കോ, ഒരു റെഫറൻസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ യോഹന്നാൻ ഈ ജോഷുവയുടെ സ്ഥാനത്ത് നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ ഒരു മനുഷ്യൻ പ്രവചിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ പിശാചിനെ ബഹിഷ്കരിക്കുന്നു, ഞങ്ങൾ അവനെ തടഞ്ഞു. തടഞ്ഞതിൻ്റെ കാരണം എന്താണ്? നമ്മളെ അവൻ അനുഗമിച്ചില്ല. നമ്മളെയാണോ അനുഗമിക്കണ്ടേ? അല്ല. ഈ ആരെ അനുഗമിക്കണമെന്ന് ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നെ അനുഗമിക്കണമെന്നാണ്. ഇവൻ യഥാർത്ഥത്തിൽ ആരെ അനുഗമിക്കുന്നുണ്ട്? ഇവൻ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകാൻ പറയുമ്പോൾ പിശാച് പുറത്തു പോകുന്നുണ്ടെങ്കിൽ അവൻ ആരെ അനുഗമിക്കുന്നുണ്ട്? യേശുവിനെ അനുഗമിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രമാദമായ വിഷയം. നമ്മളെ അനുഗമിക്കുന്നുണ്ടോ, നമ്മുടെ പള്ളി വരുന്നുണ്ടോ, നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ വരുന്നുണ്ടോ, നമ്മുടെ കൂട്ടായ്മയിലുണ്ടോ എന്നതല്ല വിഷയം. അവൻ യേശുവിൻ്റെ കൂടുണ്ടോ എന്നതാണ് വിഷയം. യേശുവിൻ്റെ കൂടുള്ള ഒരാളെ വിലക്കാൻ നമുക്ക് അനുവാദമില്ല. മനസ്സിലായോ? നമ്മളവരെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ടാവില്ല, നമ്മൾ അവരോട് കൂടെ കൂടിച്ചേരുന്നുണ്ടാവില്ല, നമ്മൾ അവരോട് കൂട്ടായ്മ ഉണ്ടാവില്ല. പക്ഷേ അവരെ വിലക്കാൻ, അവരെ തടയാൻ നമുക്ക് അനുവാദമില്ല. ഇതാണ് കർത്താവ് പറയുന്നത്. മനുഷ്യരോടുള്ള ബന്ധം, വലിയവൻ ചെറിയവൻ, ഇതൊക്കെ പഠിപ്പിച്ചിട്ട് ഇവിടെ പറയുകയാണ്. നിങ്ങൾ ചില ആളുകളെ കാണും, എന്താണ്? യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന. ഇപ്പോൾ എത്രയോ നമ്മൾ ഛത്തീസ്ഗഡിലും ഒറീസയിലും എല്ലാം മിഷന് പോകുമ്പോൾ അവിടെ ഓരോ ഗ്രാമത്തിലും ചെല്ലുമ്പോൾ പെന്തക്കോസ്താ സഹോദരങ്ങൾ, പ്രൊട്ടസ്റ്റന്റുകാർ ഓൾറെഡി സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട് അവിടെയൊക്കെ. പിന്നീട് കാലാന്തരത്തിൽ അവർ പോയതാണ്. എന്നാലോചിച്ച് നോക്കിയാൽ, നമ്മളവിടെ എത്തുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് അവർ ചെന്ന് യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് പ്രസംഗിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ അവർ കുറച്ചുകൂടെ താല്പര്യത്തോടെ ഓടി വരുന്നത്. മനസ്സിലായില്ലേ? നമ്മളൊരു കാലത്ത് ചെയ്യാതിരുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് അവർ ചെയ്തു തുടങ്ങി എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കണം. ഇന്ന് ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, അവിടെ എല്ലാം ലൂഥറൻ പള്ളികളുണ്ട്. ഗ്രാമങ്ങളിൽ, വിദൂരമായ ഗ്രാമങ്ങളിൽ നമ്മൾ ഈ ചെറിയ കാര്യങ്ങളുടെ പേരിൽ, കുഞ്ഞു കാര്യങ്ങളുടെ പേരിൽ ഒരു സാധനം എവിടെ വെക്കണം, ഇവിടെ വെക്കണം, എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് പ്രൊട്ടസ്റ്റന്റുകാരെന്ത് ചെയ്തു? സുവിശേഷം പ്രസംഗിച്ചു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ. ഇനി അവരെ തടയാനൂടെ പോയാലോ? അപ്പോൾ കർത്താവ് പറയാണ്, അവരെ തടയണ്ട. ഒരുവൻ എൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കില്ല എന്ന് പറഞ്ഞ കർത്താവ് പറയാണ്, അവൻ പറഞ്ഞപ്പോൾ അത് സംഭവിച്ചെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ അവൻ എൻ്റെ നാമത്തിൽ എന്നെ അനുഗമിക്കുന്ന ആളാണ് ഉള്ളുകൊണ്ട്, അതുകൊണ്ട് അവനെ തടയണ്ട. എന്നിട്ട് നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്, നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആവേണ്ട ഒരു ഭാഗമാണത്. നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ ഭാഗത്താണ്.
ഇനി ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വായിക്കാം. മത്തായി 12:30. ഇതിൻ്റെ എതിര്, നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ ഭാഗത്താണെന്നാണ് ഇവിടെ പറഞ്ഞത്. മത്തായി 12:30, എന്നോട് കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്. മനസ്സിലായി? എൻ്റെ കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്. അപ്പോൾ ഒരാൾ യേശുവിനെ അനുഗമിക്കുന്നില്ല, അത്ഭുതമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, യേശുവിനെ അനുഗമിക്കുന്നില്ല. യേശുവിനെ അനുഗമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? ശിഷ്യത്വം ഇല്ല, സമർപ്പണമില്ല, ഈശോ പറഞ്ഞ ജീവിതശൈലിയില്ല. അത്ഭുതമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, അവൻ എൻ്റെ എതിരാളിയാണ്. പുറമേ ബാഹ്യമായ പ്രവൃത്തികളിൽ മാത്രമേ അവൻ എന്നെ അനുഗമിക്കുന്നുള്ളൂ. ഇപ്പോൾ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒത്തിരി പേരെ കണ്ടിട്ടില്ലേ? യേശുവിൻ്റെ അനുഗമിക്കുന്നവരാണ് നിർബന്ധമില്ല. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങൾ ഒരുമിച്ചെടുത്ത് വായിച്ചെങ്കിലേ മനസ്സിലാവൂ. കർത്താവ് പറയുകയാണ്, നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ ഭാഗത്താണ്. അതോടൊപ്പം തന്നെ കർത്താവ് പറയുകയാണ്, എന്നോടുകൂടി അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, അവരെ തടയണ്ട, നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ. ഇവിടെ തൊട്ടു മുമ്പത്തെ വാക്യത്തെക്കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്താണ് നമുക്കെതിരല്ലാത്തവൻ? നമുക്ക് രണ്ട് പൊസിഷനേ ഉള്ളൂ ജീവിതത്തിൽ. എന്തെന്നറിയാം? ഒന്നുകിൽ യേശുവിനോട് കൂടെ നിൽക്കുക, അല്ലെങ്കിൽ യേശുവിൻ്റെ എതിരാളിയാവുക. ഈ അവസാനം ഈ രണ്ട് പൊസിഷനേ ഉള്ളൂ. യേശുവിൻ്റെ കൂടെ ഉള്ളവരും കൂടെ അല്ലാത്തവരും, ഈ രണ്ട് പൊസിഷനേ ഉള്ളൂ. അപ്പോൾ ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷണനാകരുതെന്ന് പറയുന്നില്ലേ വെളിപാടിൽ? ചൂടോ തണുപ്പോ ഇല്ലാത്ത ലൂക്ക് വാം ആവരുത്, മന്ദോഷണനാവരുത്. മറിച്ച് ഒന്നുകിൽ ചൂട് അല്ലെ തണുപ്പ്, ഒന്നുകിൽ യേശുവിൻ്റെ കൂടെ അല്ലെങ്കിൽ യേശുവിൻ്റെ കൂടെ അല്ല. ഈ രണ്ട് പൊസിഷനേ ജീവിതത്തിൽ ഉള്ളൂ. മറ്റൊന്ന്, ഈ ഭാഗം പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ പ്രൊമോട്ടിംഗ് ക്രിസ്ത്യൻ യൂണിറ്റി, ക്രിസ്തീയ ഐക്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പൊന്തിഫിക്കൽ കൗൺസിൽ, വത്തിക്കാൻ്റെ ആ കൗൺസിലിൽ 1993 ഇറക്കിയ ഒരു രേഖയിൽ പറയുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കാം. ആദ്യം ഇംഗ്ലീഷ് വായിക്കാം. പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ പ്രൊമോട്ടിംഗ് ക്രിസ്ത്യൻ യൂണിറ്റി 1993 ഒരു ഡിക്ലറേഷൻ നടത്തി. അതിങ്ങനെയാണ്, അതായത് അവിടെ ഇങ്ങനെ പറയുകയാണ്, ദിസ് പാസേജ് ഈസ് ആപ്ലിക്കബിൾ ടു ഇവാഞ്ചലൈസേഷൻ ടുഡേ. പറയുന്നത് എങ്ങനെയാണ്? അതർ churches and ecclesial communities which draw people to faith in Christ the Savior and to baptism in the name of Father, Son and Holy Spirit, draw them into the real though imperfect communion that exists between them and the Catholic Church. Catholics should be careful to respect the lively faith of other churches and ecclesial communities which preach the gospel and rejoice in the grace of God that is at work among them. എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് അറിയാം? ഈ വത്തിക്കാൻ റോം പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുകയാണ്, തിരുസഭ പഠിപ്പിക്കുകയാണ്, കത്തോലിക്ക സഭയിലെ മക്കൾ എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ കൊടുക്കുകയും യേശുവിനെ പ്രഘോഷിക്കുകയും ചെയ്യുന്ന സഭകളോട് ബഹുമാനത്തോടെ പെരുമാറണം. സുവിശേഷ വേലയിൽ അവരോട് സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിൽ സഹകരിക്കണം. ഭയങ്കര തുറവിയോടുകൂടി തിരുസഭ പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ പെന്തക്കോസ്താ സമൂഹങ്ങളോട് എതിരെ അഭിപ്രായമുണ്ട്. ഡോഗ്മയിൽ അത് നമ്മൾ പറയുകയും ചെയ്യണം. മനസ്സിലായില്ലേ? ഐക്യത്തിൻ്റെ പേരിൽ ഡോക്ട്രിനിൽ കോംപ്രമൈസ് ചെയ്യരുത്. മറിച്ച് എനിക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ മിഷൻ വർക്ക് ചെയ്യുന്ന ആളുകൾ, എല്ലാ സഭകളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് മിഷൻ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, കൂട്ടായ്മകളുണ്ട്. അപ്പോൾ കർത്താവിനെ പങ്കുവെക്കുന്ന കാര്യത്തിൽ നമ്മൾ ഈ വ്യത്യാസങ്ങൾ, ഡോക്ട്രൈനൽ ഡിഫറൻസസ് മറന്ന് ഒരുമിക്കാവുന്ന വേദികൾ കണ്ടെത്തുകയും ചെയ്യണമെന്ന് തിരുസഭ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എവങ്കേലി നുൻഷ്യാന്തിയിലും മാർപ്പാപ്പ ഇതേ വിഷയം തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, ഈ മിഷൻ ചൈതന്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഈ ഭാഗം അങ്ങനെയുള്ള ഒരു മേഖലയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സുവിശേഷ വേലയിൽ തീക്ഷ്ണതയും താല്പര്യമുള്ളവരായി മാറുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, പരിപൂർണമായ ഐക്യം കത്തോലിക്ക തിരുസഭയോട് ഇല്ലാത്ത ആളുകൾ സുവിശേഷ വേലയിൽ മുന്നേറുമ്പോൾ അത് അംഗീകരിക്കാനും കർത്താവെ അതിനെ സ്വാഗതം ചെയ്യാനും അതിൽ സന്തോഷിക്കാനുമുള്ള കൃപാവരം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.